ഹലോ നമസ്കാരം. അങ്ങനെ പ്രത്യേകിച്ച് കണ്ടന്റുകളൊന്നും ഇല്ലാത്ത നമ്മുടെ ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ ചാനൽ തുടങ്ങിയത് വലിയൊരു എയിമോട് കൂടിയാണ്. കുറേ ആൾക്കാർ നമ്മുടെ എല്ലാം പ്രശ്നങ്ങൾ തീർക്കാനായിട്ടുള്ള ഒരു ഐഡിയ ആയിട്ടാണ് ഈ ഒരു ചാനൽ നമ്മൾ തുടങ്ങിയത്. ആ ഒരു ഐഡിയ നമ്മുടെ ചാനലിലെ ഫസ്റ്റ് വീഡിയോയിലുണ്ട്. പകുതി വെച്ച് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ എന്താണെന്നുള്ള മനസ്സിലാവും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ ജസ്റ്റ് സംസാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മുഴുവൻ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ന്യൂ ജനറേഷൻ്റെ അതിക്രമങ്ങളും അവരുടെ ഈ ഒരു തെറ്റായിട്ടുള്ള പോക്കും എങ്ങനെയാണ് ഈ ഒരു സംഭവത്തിലോട്ട് ഇവരെത്തിയത് എന്ന് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ, അതിനെക്കുറിച്ചൊരു 4 വാക്ക് സംസാരിക്കാമെന്ന് വെച്ചു. ഒരാളുടെ വ്യക്തിത്വത്തിന്റെ വളർച്ചയിൽ അവരെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന 2 സ്ഥലങ്ങളാണ്, ഒന്ന് വീടും ഒന്ന് സ്കൂളും. 2 സ്ഥലത്തും കണ്ടുവരുന്ന മെയിനായിട്ടുള്ള 2 കാര്യങ്ങൾ എന്ന് പറയുന്നത് റെസ്പെക്റ്റും പേടിയും എന്നുള്ളതാണ്. അതായത് എല്ലാ 90s കിഡ്സിന്റെയും വ്യക്തിത്വത്തിന്റെ വളർച്ചയിൽ വലിയ രീതിക്ക് സ്വാധീനിച്ചിട്ടുള്ള 2 കാര്യങ്ങളാണ് ഈ ഒരു പേടിയും റെസ്പെക്റ്റും എന്ന് പറയുന്നത്. ഈ 2 കാര്യങ്ങൾ എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിംപിളി നമുക്ക് പറയാം ചൂരൽ അല്ലെങ്കിൽ ചൂരൽ കൊണ്ടുള്ള അടി എന്ന് വേണമെങ്കിൽ പറയാം. അതിപ്പോ വീട്ടിൽ നിന്നായിരുന്നാലും സ്കൂളിൽ നിന്നായിരുന്നാലും ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് എല്ലാ 90s കിഡ്സിനും മറക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരിക്കും. അതായത് എൻ്റെ വീട്ടിലൊക്കെ ഇരുന്നാലും എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, നമ്മൾ എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ സ്കൂളിൽ നേരെ പഠിക്കാതെ ആരെങ്കിലും വിളിച്ചു പറയുകയോ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം വീട്ടിൽ കയറാൻ നമ്മൾ പേടിക്കണതിൻ്റെ അത്ര വേറെ ആരും പേടിച്ചിട്ടുണ്ടാവില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൻ്റെ അവിടോട്ട് വരുമ്പോൾ തന്നെ വലിയൊരു മടലോ അല്ലെങ്കിൽ നാഞ്ഞിലോ എന്തെങ്കിലും ഒരു സംഭവം വെച്ചുകൊണ്ട് ആൾക്കാരവിടെ വെയിറ്റിംഗ് ആയിരിക്കും. അച്ഛൻ അല്ലെങ്കിൽ അമ്മ അവിടെ വെയിറ്റിംഗ് ആയിരിക്കും എന്തിന് ഓട്ടിച്ചിട്ട് അടിക്കാനായിട്ട്. അപ്പോൾ അത് എല്ലാ ആൾക്കാർക്കും സ്വാഭാവികമായിട്ടും എക്സ്പീരിയൻസ് ഉള്ള സംഭവമായിരിക്കും. അപ്പോൾ ആ ഒരു അടിയാണ് ആക്ച്വലി നമ്മളെ പല കാര്യത്തിൽ നിന്നും മാറ്റിയിട്ടുള്ളത് എന്നുള്ളതാണ് യഥാർത്ഥമായിട്ടുള്ള സത്യം. അതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിൽ എല്ലാ സ്കൂളിലും ഒരു സാറുണ്ടാവും. ആ സാർ അവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്നുള്ളതാണ്, നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കില്ലെന്നുള്ളതാണ്. കാരണം ഇപ്പം എനിക്ക് തന്നെ അറിയാമെന്നുള്ള, ഞാൻ പഠിച്ച 2 സ്കൂളിൽ അതിലൊരു സ്ഥലത്തുള്ള ഒരു സാറുണ്ട്, ജ്യോതി എന്നാണ് പുള്ളിയുടെ പേര്. അതുപോലെ തന്നെ ഞാൻ അടുത്ത സ്കൂളിൽ പഠിച്ചപ്പോഴത്തേക്ക് അവിടെ ഉണ്ടായിരുന്നു അവിടുത്തെ HM, പുള്ളിയുടെ പേര് യേശുദാസ് എന്നാണ്. ഇന്ന് ഞാൻ എൻ്റെ കൂട്ടുകാരനുമായിട്ട് സംസാരിച്ചപ്പോഴത്തേക്ക് നമ്മൾ ഇവർ 2 പേരെയും കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇവർ അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അടി പേടിച്ച് ആ സ്കൂളിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളതാണ്. കാരണം അത് ഇന്റർവെല്ലിനായിരുന്നാൽ പോലും ഇന്റർവെല്ലിൽ കഴിഞ്ഞ് ഒരു 2 മിനിറ്റ് താമസിച്ച് കഴിഞ്ഞാൽ ഇവർ ക്ലാസിന്റെ ഫ്രണ്ടിൽ ഉണ്ടാവും. എന്നിട്ട് പാൻറ് അങ്ങോട്ട് പിടിച്ചിട്ട് ചൂരൽ വെച്ചിട്ട് 2 അടി അങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ അന്നത്തേക്ക് അത് മതി. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ബെല്ലടിക്കുമ്പോഴത്തേക്കാണ് നമ്മൾ ആദ്യം ചോദിക്കുന്ന സാറ് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഇന്ന ആൾ വന്നിട്ടുണ്ടോ. ആ സാറ് വന്നില്ലെന്നുണ്ടെങ്കിൽ അന്ന് അവിടെ ഓണമാണ്. അങ്ങനെയുള്ള കാലഘട്ടം ഉണ്ടായിരുന്നു. അതായത് അടിയെ പേടിച്ച് നമ്മൾ ആരും ഒന്നും ചെയ്യാത്ത കാലഘട്ടം, അത് വീട്ടിലായിരുന്നാലും സ്കൂളിലായിരുന്നാലും. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടം അങ്ങനെയല്ല. ഇപ്പോൾ സ്കൂളിൽ ഒരു മൊബൈൽ കൊണ്ടുവന്ന് ആ മൊബൈൽ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ പ്രിൻസിപ്പളിനെ വരെ തെറി വിളിക്കുക അല്ലെങ്കിൽ വധഭീഷണി വരെ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു ജനറേഷനാണ് ആക്ച്വലി വന്നിരിക്കുന്നത്. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ വീട്ടിലൊരു മാതാപിതാക്കൾ അടിച്ചിരുന്നാലും അല്ലെങ്കിൽ സ്കൂളിൽ ഒരു വടി എടുത്തിരുന്നാലും ആദ്യം പോണത് മനുഷ്യാവകാശ കമ്മീഷനിൽ ഒരു കേസോ അല്ലെന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിലായിരിക്കും ഒരു കേസ് പോകുന്നത്. അതായത് വടി എടുക്കണ്ട എന്നുള്ള നിയമം വന്നതിന് ശേഷമാണ് ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ പ്രശ്നങ്ങൾ, കുട്ടികൾ വഴിതെറ്റി പോണ സംഭവങ്ങൾ കൂടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പണ്ടത്തെ സംഭവം ഈ ഒരു അടി എന്ന് പറയുന്ന സംഭവത്തെ പേടിച്ച് മാത്രം ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാതെ പൊക്കോണ്ടിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. നമ്മുടെതെല്ലാം അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു. പിന്നെയുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ ആൾക്കാർക്കും അറിയാം, മയക്കുമരുന്നോ അല്ലെങ്കിൽ കഞ്ചാവോ അല്ലെങ്കിൽ ഡ്രഗ്സിന്റെ യൂസേജും ഇപ്പോഴത്തെ കുട്ടികളെ കൂടുതൽ രീതിയിൽ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. അതായത് ക്രൂവലായിട്ടുള്ള രീതിയിൽ ചിന്തിക്കാനും അല്ലെങ്കിൽ അങ്ങനെ പ്രവർത്തിക്കാനും എല്ലാം ഇങ്ങനത്തെ സംഭവങ്ങൾ അവരെ കൂടുതൽ പ്രകോപിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ഈ ന്യൂ ജനറേഷനൊക്കെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമമാണ്. അതായത് നമുക്ക് തന്നെ അറിയാം, നമുക്ക് ഈ നാട്ടിലെ നിയമത്തിനെ കുറിച്ച് വലിയ നല്ല അഭിപ്രായങ്ങളൊന്നുമില്ല. ജസ്റ്റ് ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു 5 കൊല ചെയ്ത ഒരു പയ്യൻ, ആ 5 കൊല ചെയ്ത പയ്യൻ ഇപ്പൊ വളരെ കൂളായിട്ടാണ് പോലീസുകാരോട് വരണതും പോകുന്നതും ജയിലിൽ കിടക്കുന്നതുമല്ല. കാരണം എന്താണ്, അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇവർക്കാർക്കും ഒന്നും സംഭവിക്കുന്നില്ല. ഇവർക്ക് 3 നേരം ഭക്ഷണം, ചിലപ്പോൾ വീട്ടിൽ കിടന്ന വരെ 2 നേരം ആയിരിക്കും കിട്ടുന്നത്. ചിലപ്പോൾ മീനോ വെജിറ്റബിളോ ആയിരിക്കും കിട്ടുന്നത്. ഇവിടെ ജയിലിൽ പോയി കഴിഞ്ഞാൽ മട്ടൻ, ചിക്കൻ, മീൻ, അത് 3 നേരം ഭക്ഷണം. അവിടെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിനനുസരിച്ചുള്ളൊരു സാലറി, വേറെ ഒരു പ്രശ്നമില്ല. ചിലപ്പോൾ കൊതുകടി കൊള്ളണം അല്ലെങ്കിൽ സെല്ലിൽ കിടക്കണം എന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഇവർക്ക് ശാരീരികമായിട്ടും പ്രശ്നമില്ല, വേറൊരു രീതി ആലോചിച്ച് കഴിഞ്ഞാൽ മാനസികമായിട്ടും പ്രശ്നമില്ല.
ആകെ ജയിലിൽ കിടക്കണം എന്നുള്ള സംഭവം മാത്രമേ ഉള്ളൂ. ഈ ഒരു സംഭവങ്ങൾ ഉള്ളിടത്തോളം കാലം ഇതല്ല ഇതിൻ്റെ അപ്പുറവും വേണമെങ്കിൽ നടക്കാം. എന്നാൽ ജസ്റ്റ് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദുബായ് പോലുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ സൗദി പോലുള്ള രാജ്യങ്ങളിൽ എന്തുകൊണ്ടായിരിക്കും കുറ്റകൃത്യങ്ങൾ ഇല്ലാത്തത്? സ്വാഭാവികമായിട്ടും നമുക്കറിയാം അവിടുത്തെ നിയമങ്ങളൊക്കെ അത്രയ്ക്ക് സ്ട്രോങ് ആണ്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈ വെട്ടുകയോ കാല് വെട്ടുകയോ അല്ലെങ്കിൽ തല വെട്ടുകയോ ചെയ്യും എന്നുള്ള സംഭവം അറിയാമെന്നുള്ളതുകൊണ്ടാണ് അവിടെയുള്ള ആൾക്കാരെല്ലാം ഇങ്ങനെ ഒരു ആക്രമണം ചെയ്യാതെ നല്ല രീതിക്ക് ജീവിക്കാമെന്ന് വിചാരിക്കുന്ന ആൾക്കാരല്ല. പക്ഷെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് കയ്യോ കാലോ പോവും അല്ലെങ്കിൽ തല പോവും എന്നുള്ളത് അവർക്കറിയാമെന്നുള്ളതുകൊണ്ടാണ് ഇവർ ഈ സംഭവങ്ങൾ ചെയ്യാത്തത്. പക്ഷെ കേരളത്തിൽ എന്താണ്, ഇനി ആരെ തല വെട്ടിയിട്ട് വന്നെന്ന് പറഞ്ഞാലും ഒന്നും സംഭവിക്കാൻ പോണില്ല. ശിക്ഷിച്ചു കഴിഞ്ഞാൽ തന്നെ, ശിക്ഷ വിധിച്ച് ശിക്ഷിച്ചു കഴിഞ്ഞാൽ തന്നെ ജയിലിൽ കിടക്കണം, 3 നേരം ഫുഡ് കഴിക്കണം, അവിടുത്തെ ജോലികൾ എന്തെങ്കിലും ചെയ്യണം. ഇത്രയേ ഉള്ളൂ സംഭവം. ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഇവർക്കൊരു പ്രശ്നങ്ങളും വരുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഈ ആൾക്കാർ എന്ത് കൊണ്ട് ആൾക്കാർ ഇത് ചെയ്യാതിരിക്കണം? ചെയ്താലും ഒന്നും പ്രത്യേകിച്ച് സംഭവിക്കുന്നില്ല, അഡീഷണൽ കുറച്ച് ഫുഡ് കിട്ടുന്നു എന്നുള്ളതല്ലാതെ. ഇങ്ങനെയുള്ള ഒരു നിയമവും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഫേവർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ നഷ്ടപ്പെട്ട ആൾക്കാർക്ക് നഷ്ടപ്പെട്ടതിൻ്റെ വില നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ പറ്റൂല. അത് ആ നഷ്ടപ്പെട്ട ആളുടെ ബന്ധുക്കൾക്കോ, അതിനിപ്പോൾ ഒരാളാണെങ്കിൽ അങ്ങനെ, അല്ലെന്നുണ്ടെങ്കിൽ വേറെ സാമ്പത്തികമായിട്ടാണെങ്കിൽ അങ്ങനെ, എങ്ങനെ ഇരുന്നാലും നഷ്ടപ്പെട്ട ഒരാൾക്ക് മാത്രമേ അതിൻ്റെതായിട്ടുള്ള ഒരു വാല്യൂ മനസ്സിലാവുള്ളൂ. അതിപ്പോൾ ഇന്നത്തെ ഒരു പത്രത്തിൽ വായിച്ച പോലെ ഒരു ജോലിക്കാരനെ പറഞ്ഞു വിട്ടപ്പോഴത്തേക്ക് പുള്ളി ആ ഒരു സ്ഥാപനം തന്നെ കത്തിച്ച് കളഞ്ഞ് 3 കോടിയുടെ നഷ്ടം ഉണ്ടായെന്നുള്ളതാണ്. ആ 3 കോടി ഇനി ഏതെങ്കിലും വിധത്തിൽ തിരിച്ചു കിട്ടുമോ? ഒരിക്കലും ഇല്ല. പക്ഷെ ഈ ചെയ്യണവർക്കൊന്നും ഒരു പിടിയില്ല എന്താണ് ചെയ്യണമെന്നുള്ളത്. ഈ ആളെ കൊണ്ടുവന്ന് ജയിലിലിടുന്നു. ജയിലിട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടോ? 3 നേരം ഫുഡ് കഴിച്ച് ടൂർ പോകും പോലെയാണ് ആൾക്കാർ ഇപ്പോൾ ജയിലിൽ പോകണമെന്ന് പറഞ്ഞാൽ. ഇതും വലിയൊരു എഫക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇതും വലിയൊരു ഫാക്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ഒരു നിയമം ആൾക്കാരെ ഫേവർ ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ ഇതിലും കുറേ മാറ്റങ്ങൾ വരുത്തണമെന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. പൊതുവായിട്ട് എല്ലാ ആൾക്കാർക്കും തോന്നുന്ന കാര്യം ഇതാണ്. അപ്പോൾ മെയിനായിട്ട് ഈ ആൾക്കാർ മാറാനുള്ള റീസൺ അല്ലെങ്കിൽ ഇവരെ ചിന്താഗതിയൊക്കെ മാറാനുള്ള റീസണുകൾ ഇതാണ്. നമ്മൾ വളർത്തണ സമയത്ത് മര്യാദയ്ക്ക് വളർത്താൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒരാൾക്ക് സമയമില്ല എന്നുള്ളതും. രണ്ടാമത് സ്കൂളിൽ തന്നെ അവരെ അടിച്ചു പഠിപ്പിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വിടാനോ ഉള്ള ഒരു സ്കോപ്പ് അത് നിയമങ്ങൾ പോലും സമ്മതിക്കുന്നില്ല. മൂന്നാമത്തെ കാര്യം ഈ നിയമങ്ങളാണ്. ആരെ കൊന്നിട്ട് ചെന്നിരുന്നാലും അവിടെ പോയി സുഖമായിട്ട് ജീവിക്കാം അല്ലെങ്കിൽ സുഖമായിട്ട് കിടക്കാം എന്നുള്ള ഒരു ചിന്താഗതിയാണ് ആക്ച്വലി ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഒരു ക്രൂര മൈൻഡിലോട്ട് എത്തിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പല ആൾക്കാരും പറയുന്നുണ്ട് സിനിമയാണ് അല്ലെങ്കിൽ കുറേ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ആവുമെന്നുള്ളത്. പക്ഷേ നമ്മൾ ഒരു സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോർ ദ പീപ്പിളൊക്കെ ഒരു 1 ഹിറ്റായ സിനിമയാണ്. അത് നല്ല ആൾക്കാർക്ക് വേണ്ടിയിട്ട് കുറേ ആൾക്കാർ കൂട്ടുകൂടിയ സിനിമയാണ്. പക്ഷെ അങ്ങനെയൊന്നും ആർക്കും ചെയ്യണ്ട. നല്ല കാര്യത്തിന് വേണ്ടി ആർക്കും ഇറങ്ങണ്ട. എല്ലാ ആൾക്കാർക്കും ആൾക്കാരെ കൊല്ലാനോ അല്ലെന്നുണ്ടെങ്കിൽ തല്ലാനോ അല്ലെങ്കിൽ കഞ്ചാവ് അടിച്ചിട്ട് എടുത്തിട്ട് ഇടിക്കാനോ ഒക്കെ മാത്രമേ ആക്ച്വലി അങ്ങനത്തെ ഉള്ള കാര്യങ്ങളിൽ മാത്രമേ ആൾക്കാർ ഇൻസ്പയർ ആവുന്നുള്ളൂ. അത് ന്യൂ ജനറേഷൻ എന്ത് ചെയ്യാൻ പറ്റുമല്ലേ? അപ്പോൾ ഒരാളെ കൊന്നിരുന്നാലും ഇത്രയൊക്കെ നടക്കൂ എന്നുള്ള ഒരു അറിവ് അല്ലെങ്കിൽ ആ ഒരു മനസ്സിലാക്കലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആൾക്കാരെയും ഓരോ ക്രൂരമായിട്ടുള്ള പ്രവൃത്തിയിലേക്ക് തള്ളിവിടുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ള മെയിൻ കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ ആധികാരികമായിട്ട് ഇതിലൊന്നും പറഞ്ഞിട്ടില്ലെന്നുണ്ടെങ്കിലും ഒരു കണ്ടന്റ് ഇല്ലാത്തൊരു കണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.